ഒരു നെക്സ്റ്റ് ജനറേഷൻ റോക്കറ്റ് എൻജിൻ ടെക്നോളജി ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് 2029 പ്രാബല്യത്തിൽ വരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നൊരു കാര്യം. സ്പേസ് എക്സും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഗംഭീരമായിട്ടുള്ളൊരു റോക്കറ്റാണ് നിർമ്മാണത്തിലിരിക്കുന്നത് എന്നും മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ആരാണ് ഇതിന് പിന്നിൽ? ഇത് DRDO ആണോ അതോ മറ്റാരെങ്കിലും ആണോ? ഒരു പുതുതലമുറ റോക്കറ്റ് എഞ്ചിൻ, അത് മീഥൈൻ ഉപയോഗിച്ച്, ലിക്വിഡ് മീഥൈനും അതായത് ദ്രവ മീഥൈനും ദ്രവ ഓക്സിജനും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന അതീവ ശേഷിയുള്ള ഒരു റോക്കറ്റ് എഞ്ചിൻ, സ്പേസ് ലോഞ്ച് വെഹിക്കിൾ എഞ്ചിൻ ഇന്ത്യയിലെ സ്വകാര്യ കമ്പനിയായ ആസ്ട്രോബേസ് വിജയകരമായിട്ട് അതിൻ്റെ പ്രാഥമിക പരീക്ഷണങ്ങൾ ഈ കഴിഞ്ഞ ദിവസം നടത്തി. ISROയും ഇത്തരത്തിലുള്ള ഒരു എഞ്ചിൻ്റെ വികസനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ മുഖ്യമായിട്ടും ഇപ്പോൾ ഈ ആസ്ട്രോബേസിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. കാരണം ഈ കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ വാർത്തകളിലേക്ക് എത്തിയത് അതാണ്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് വളരെ ഹൈ പെർഫോമൻസ് എഞ്ചിനാണ്. അതായത് നമ്മൾ ആലോചിക്കേണ്ടത്, ഇന്ത്യ ഒരു ക്രയോജനിക് എഞ്ചിൻ വികസിപ്പിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്പി നാരായണൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനെ പിടിച്ച് ഒരു തെളിവുമില്ലാതെ കുറെ സാധാ പോലീസുകാർ പിടിച്ച് അയാളെ തല്ലി ജയിലിൽ അടച്ചു, ഒരു കുറ്റവാളിയെ പോലെ, ഒരു കാരണവുമില്ലാതെ. അങ്ങനെ ഇന്ത്യയുടെ ഈ ക്രയോജനിക് സ്പേസ് പ്രോഗ്രാം അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള ദുഃഖകരമായ ഒരു ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. ലജ്ജാകരമായ ഒരു ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെയുള്ള ഇന്ത്യയിൽ ഇത്തരം ഒരു കണ്ടുപിടുത്തം ഇപ്പോഴും നമ്മൾ ഈ സെമി ക്രയോജനിക് എഞ്ചിൻ എന്ന് പറയുന്ന എഞ്ചിൻ ഇതുവരെ നമുക്ക് വികസിപ്പിക്കാൻ പറ്റിയിട്ടില്ല. പരീക്ഷണം ഇപ്പോഴും ISRO നടത്തുന്നേ ഉള്ളൂ. അതായത് ലോകത്തിൽ ഇപ്പോഴുള്ള ഏറ്റവും ശക്തിയേറിയ എഞ്ചിനാണ് സെമി ക്രയോജനിക്. അപ്പോൾ ഈ വരും തലമുറയുടെ ഏറ്റവും ശക്തിയേറിയ എഞ്ചിൻ അപ്പോൾ എങ്ങനെ ഇന്ത്യ വികസിപ്പിക്കും എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ഇന്ത്യ ഒരേ സമയം ഈ പറയുന്ന സെമി ക്രയോജനിക്കും മീഥൈൻ പ്രൊപ്പല്ലന്റ് റോക്കറ്റ് എഞ്ചിനും വികസിപ്പിക്കുകയാണ്. മീഥൈൻ പ്രൊപ്പല്ലന്റ് റോക്കറ്റ് എഞ്ചിൻ്റെ വികസനത്തിൽ ഒരു സ്വകാര്യ കമ്പനിയായ ആസ്ട്രോബേസ് മുന്നേറുന്നു എന്നുള്ളത് വളരെ ശുഭകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. കാരണം എല്ലാത്തിനും സർക്കാർ കാര്യം മുറ പോലെ എന്നാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ സർക്കാർ കാര്യമല്ലാതെ സ്വകാര്യ മേഖല ഈ ശാസ്ത്ര സാങ്കേതിക രംഗത്തേക്കൊക്കെ കടക്കുമ്പോൾ അവിടെ ഒരുപാട് വ്യത്യാസങ്ങളും ഈ പറയുന്ന കുപ്പിക്കഴുത്തുകളും ഒക്കെ ഇല്ലാതാക്കിക്കൊണ്ട് ടൈം ബൗണ്ടായിട്ട്, അതായത് ഡെഡ് ലൈനുകൾക്കുള്ളിൽ, നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഈ സമയക്ലിഷ്ടത അത്ര പാലിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ അതല്ല. പിന്നെ സ്പേസ് ശൂന്യാകാശ പദ്ധതികളെല്ലാം തന്നെ സമയബന്ധിതമായിട്ട് നടത്തേണ്ടതാണ്. അങ്ങനെ സമയബദ്ധമായിട്ട് നടത്തേണ്ട ഈ ഒരു പദ്ധതി തുടക്കം വിജയിച്ചു എന്നറിയുന്നതിൽ നമുക്ക് വളരെ സന്തോഷമാണ്. ഇത് ലിക്വിഡ് ഓക്സിജൻ, ഞാൻ ആദ്യമേ പറഞ്ഞു, ലിക്വിഡ് ഓക്സിജനും മീഥൈനും ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. മീഥൈനാണ് ഇതിലെ ഇന്ധനം. ഓക്സിജൻ ഓക്സിഡൈസറാണ്. ഈ എഞ്ചിൻ്റെ പേര് പറയുന്ന ഫുൾ ഫ്ലോ സ്റ്റേജ്ഡ് കമ്പസ്റ്റൻ റോക്കറ്റ് എഞ്ചിൻ എന്നാണ് ഈ എഞ്ചിൻ്റെ പേര്. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ സ്പേസ് എക്സിന് മാത്രമേ അത്തരം, ചൈനയ്ക്കുമുണ്ട്, റഷ്യക്കില്ല, യൂറോപ്യൻ സ്പേസ് ഏജൻസിക്കില്ല, ജപ്പാനുമില്ല ഇത്തരം ഒരു എഞ്ചിൻ. അവരൊക്കെ തന്നെ ഇത്തരം ഒരു എഞ്ചിൻ വികസിപ്പിക്കാനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. സ്പേസ് എക്സിൻ്റെ ഒരു റോക്കറ്റ് ഉണ്ട്, റാപ്റ്റർ. അതിൽ മീഥൈൻ എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാനിതിൻ്റെ ഒരു ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ, നമ്മളിപ്പം സെമി ക്രയോജനിക് എഞ്ചിൻ എന്ന് പറയുന്ന കെറോസിൻ ഫ്യൂവൽ റോക്കറ്റ് എഞ്ചിന് ഇപ്പോൾ ഇന്ത്യ ഒരെണ്ണം വികസിപ്പിക്കുന്നുണ്ട്. SCE-2000 എന്നാണ്. അതിൻ്റെ ത്രസ്റ്റ് 2000 കിലോന്യൂട്ടനാണ് അത് ഉൽപ്പാദിപ്പിക്കുന്ന ശക്തി. അതേ പിന്നെ സ്പെസിഫിക്കേഷൻസ് ഉള്ള സമാനമായിട്ടുള്ള ഒരു ഇത്തരം ഒരു എഞ്ചിനാണെങ്കിൽ അതിനൊരു 2400-2500 കിലോന്യൂട്ടനെങ്കിലും ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ ഭാരമേറിയ ഉപഗ്രഹങ്ങൾ വഹിച്ചുകൊണ്ട് ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ എത്തിക്കാൻ ശേഷിയുള്ള റോക്കറ്റുകൾ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന മീഥൈൻ ഫ്യൂവൽ റോക്കറ്റ് എഞ്ചിൻ, മീഥൈൻ എഞ്ചിൻ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. പിന്നെ അതിനെക്കുറിച്ച് പറയുന്നത്, ഇത് പരിസ്ഥിതിക്ക് വളരെ ഒരു ഗുണകരമായിട്ടുള്ള ഒരു എഞ്ചിനാണ്. പിന്നെ അതുപോലെ തന്നെ റിക്കവറബിൾ എഞ്ചിനാണ് ഈ ടെക്നോളജിയുടേത്. ഫ്യൂവൽ എഫിഷ്യൻ്റ് ആണ്, അതുപോലെ റിലയബിൾ ആണ്. അങ്ങനെ ഒരുപാട് കാര്യത്തിൽ
ഇപ്പോഴത്തെ റോക്കറ്റ് എഞ്ചിനുകളെക്കാൾ മെച്ചപ്പെട്ടതാണ്. അങ്ങനെ മെച്ചപ്പെട്ട ഈ ഒരു എഞ്ചിൻ ഇന്ത്യയിലെ സ്വകാര്യ മേഖല വികസിപ്പിക്കുന്നു എന്നുള്ളതും പ്രാഥമിക പരീക്ഷണങ്ങളൊക്കെ അത് വിജയിച്ചു എന്നുള്ളതും വളരെ ഒരു സ്വാഗതാർഹമായ കാര്യമാണ്. 2026 ഇതിൻ്റെ പൂർണ്ണ തോതിലുള്ള, അതായത് ഈ വരുന്ന കൊല്ലം ഒരു ദിവസങ്ങൾക്കുള്ളിൽ 2026 ആകുകയാണ്. 2026 ഇതിൻ്റെ പൂർണ്ണ തോതിലുള്ള, അതായത് വിക്ഷേപണം ഇപ്പോൾ ഭൂമിയിൽ വെച്ച് ഹോട്ട് ടെസ്റ്റ് ഒക്കെയാണ് നടക്കുന്നത്. ഭൂമിയിൽ വെച്ച് നടത്തുന്ന അല്ലാതെ വാഹനവുമായിട്ട് മേറ്റ് ചെയ്തിട്ട്, സ്പേസ് വെഹിക്കിളുമായിട്ട് മേറ്റ് ചെയ്തിട്ടുള്ള പരീക്ഷണങ്ങൾ 2026 തുടങ്ങും. അങ്ങനെ തുടങ്ങി 2029 ഇതിൻ്റെ ഈ മീഥേൻ എഞ്ചിൻ ഉപയോഗിക്കുന്ന റോക്കറ്റിൻ്റെ ലോഞ്ച് വെഹിക്കിളിൻ്റെ ആദ്യത്തെ ലോഞ്ചിങ് നടക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സ്വകാര്യ കമ്പനി ആയതുകൊണ്ട് ഇതിൽ അത്ര വലിയൊരു വ്യത്യാസമൊന്നും വരുമെന്ന് നമുക്ക് തോന്നുന്നില്ല. നമ്മുടെ ഈ പിന്നെ ബഹിരാകാശ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ ഒരു എന്താണ് അതിൻ്റെ ഒരു സൂചനമാണിത്. ഇപ്പോൾ ഈ PSLV എന്ന നമ്മുടെ ഈ പിന്നെ ലോ എർത്ത് ഓർബിറ്റ്, ലിയോ എന്ന് പറയുന്ന ലോ എർത്ത് ഓർബിറ്റിലോട്ട് ഉപയോഗിക്കുന്ന ലോഞ്ച് വെഹിക്കിള് സ്വകാര്യ മേഖല അത് ഉപയോഗിക്കാൻ ഇപ്പോൾ അവർക്ക് അനുവാദം കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് 2 സ്വകാര്യ കമ്പനികൾ ഇപ്പോൾ തന്നെ ഈ അടുത്ത വരുന്ന ദിവസങ്ങളിൽ ലിയോയിലോട്ടൊരു ഉപഗ്രഹ വിക്ഷേപം ഇപ്പോൾ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പല മേഖലകളിലും അതായത് ടെക്നോളജി, PSLVയുടെ ടെക്നോളജി HALനും മറ്റൊരു കമ്പനിക്കുമായിട്ട് കൈമാറിക്കഴിഞ്ഞു. അതുപോലെ സ്വന്തമായിട്ട് പിന്നെ ലോഞ്ച് വെഹിക്കിൾ നിർമ്മിക്കുന്ന 2 കമ്പനികൾ ഇപ്പോൾ തന്നെ ഉണ്ടായിക്കഴിഞ്ഞു. അതുപോലെ സെമി ക്രയോജനിക് എഞ്ചിൻ സ്വന്തമായിട്ട് ഒരു കമ്പനി ഇവിടെ ടെസ്റ്റ് ചെയ്തെല്ലാം വിജയകരമായിട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതും സ്വകാര്യ മേഖലയിലാണ്. പക്ഷെ അത് ചെറിയ എഞ്ചിനാണ്. ISRO അതിൻ്റെ ഏറ്റവും ശക്തിയുള്ള ഒരു വെർഷനാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നിർണായകമായ നേട്ടങ്ങളാണ്. ഉപഗ്രഹ വിക്ഷേപണ വെഹിക്കിൾ, ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാൻ ഇപ്പോൾ തന്നെ ധാരാളം സ്വകാര്യ കമ്പനികൾ ഇന്ത്യയിൽ ഉപഗ്രഹങ്ങളുടെ ഭാഗങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്പേസിൻ്റെ മേഖലയിൽ അമേരിക്കയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലായിരിക്കും ISRO മുഖ്യമായിട്ട് ഊന്നാൻ പോകുന്നത്. നിർമ്മാണത്തിലും വിക്ഷേപണത്തിലുമൊക്കെ സ്വകാര്യ കമ്പനികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഒരുപാട് അവസരം വരികയാണ്. ഇന്ത്യ ഈ റോക്കറ്റ് ലോഞ്ചിങ്ങിൻ്റെയും ഉപഗ്രഹ വിക്ഷേപണത്തിൻ്റെ ഒരു ഹബ്ബായിട്ട്, ലോകത്തിൻ്റെ തന്നെ ചെലവ് കുറഞ്ഞ രീതിയിലും സുരക്ഷിതമായ രീതിയിലും ഇത് വിക്ഷേപിക്കാനുള്ള ഒരു ഇടമായിട്ട് ഇന്ത്യ മാറുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സ് വരുമ്പോൾ നമുക്ക് അത് വരുന്ന മുറയ്ക്ക് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം.